തെരഞ്ഞെടുപ്പിൽ മുന്നണി മാറി സ്ഥാനാർത്ഥികളാകുന്നത് പതിവാണ്. അങ്ങനെ ശ്രദ്ധേയമായ മണ്ഡലമാണ് തിരുവനന്തപുരത്തെ നെടുമങ്ങാട്. കഴിഞ്ഞ തവണ UDF-നായി മത്സരിച്ച PS പ്രശാന്ത് പിന്നീട് LDF-നൊപ്പം ചേർന്നപ്പോൾ ഇത്തവണ കഥ മാറി. CPI-യിൽ നിന്നും രാജിവെച്ച മീനാങ്കൽ കുമാറിനെയാണ് ഇത്തവണ UDF കളത്തിലിറക്കിയിരിക്കുന്നത്. GR അനിലിലൂടെ സീറ്റ് നിലനിർത്താനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടത് ക്യാമ്പ്. തിരുവനന്തപുരം ജില്ലയിൽ CPIക്ക് ഏറ്റവും അധികം വേരോട്ടമുള്ള മേഖല. മണ്ഡലം രൂപീകൃതമായ കാലം മുതൽ CPIയുടെ പൊന്നാപുരം കോട്ട. ആ കോട്ടയിൽ വിള്ളൽ വീഴ്ത്താൻ ഇടയ്ക്കൊക്കെ UDF-ന് സാധിച്ചിട്ടുണ്ട്. ഇത്തവണയാകട്ടെ CPI പാളയത്തിൽ നിന്നെത്തിയ മീനാങ്കൽ കുമാറാണ് UDF-ന്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. യുവാക്കളെ കളത്തിലിറക്കി മണ്ഡലം പിടിക്കാനുള്ള തീരുമാനത്തിലാണ് BJPയും. BJPയുടെ സ്ഥാനാർത്ഥിയായി എത്തുന്നത് യുവരാജ് ഗോകുലും. 1957 മണ്ഡല രൂപീകരണത്തോടെ തുടങ്ങിയതാണ് ഇടതുപക്ഷത്തിന്റെ വിജയക്കുതിപ്പ്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ NN പണ്ടാരത്തിലാണ് ആദ്യ വിജയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സമ്മാനിച്ചത്. പിന്നീട് നടന്ന ഓരോ തെരഞ്ഞെടുപ്പുകളിലും മണ്ഡലത്തിൽ ചെങ്കൊടി ഉയർന്നപ്പോൾ 1965 S വരദരാജൻ നായരിലൂടെ കോൺഗ്രസ് അട്ടിമറി വിജയം നേടി. എന്നാൽ ആ വർഷം നിയമസഭ സമ്മേളിക്കാത്തതിനാൽ നെടുമങ്ങാട് നിന്നുള്ള ആദ്യ കോൺഗ്രസ് MLAക്ക് സഭയിലെത്താനായില്ല. 1967 മുതൽ CPIയുടെ ഉറച്ച കോട്ടയായി നെടുമങ്ങാട് നിയോജക മണ്ഡലം മാറുകയായിരുന്നു. AGK പിള്ളയും കണിയാപുരം രാമചന്ദ്രനും KV സുരേന്ദ്രനാഥും തുടർച്ചയായ വിജയങ്ങൾ നേടി. 1991 വീശിയടിച്ച കോൺഗ്രസ് തരംഗത്തിൽ പാലോടി രവി വീണ്ടും മണ്ഡലം തിരികെ പിടിച്ചു. 96 വിജയം ആവർത്തിച്ച പാലോടി രവിക്ക് 2001 മാങ്കോട് രാധാകൃഷ്ണനോട് അടിയറവ് പറയേണ്ടി വന്നു. വെറും 158 വോട്ടുകൾക്കായിരുന്നു ഇടതുപക്ഷത്തിന്റെ വിജയം. 2006 മാങ്കോട് രാധാകൃഷ്ണൻ വിജയം ആവർത്തിച്ചുവെങ്കിലും ഭൂരിപക്ഷം 85 വോട്ടുകളായി കുറഞ്ഞു. 2011 വിജയം വീണ്ടും പാലോടി രവിക്ക്. 4 തവണയാണ് നെടുമങ്ങാട് നിന്നും കോൺഗ്രസിന് നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിച്ചിട്ടുള്ളത്. അതിൽ 3 തവണയും വിജയം പാലോടി രവിക്കൊപ്പമായിരുന്നു. 2016 C ദിവാകരനിലൂടെ മണ്ഡലം തിരികെ പിടിച്ച ഇടതുപക്ഷത്തിന് 2021 GR അനിൽ നേടിയ 23,309 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയം നിലനിർത്താനായി. മന്ത്രിസഭയിൽ ആദ്യമായി നെടുമങ്ങാട് നിന്ന് ഒരു മന്ത്രി ഉൾപ്പെട്ടതും 2ാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും CPIക്ക് മറിച്ചൊരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കേണ്ടി വന്നില്ല. നെടുമങ്ങാട് നൂറ്റാണ്ടുകളായി ജനങ്ങൾ ഇടതുപക്ഷ മനസ്സായി മാറിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ് നമുക്ക് പഴയ കാലം മുതൽ കാണുന്നത്. ആ പിന്തുണ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ പിന്തുണ ശക്തിപ്പെടുന്ന, വിളിച്ചറിയിക്കുന്ന തരത്തിലുള്ള റിസൾട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ എനിക്കുണ്ടാകാൻ പോകുന്നു. 2021 UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച PS പ്രശാന്ത് 49,433 വോട്ടുകളാണ് നേടിയത്. പിന്നീട് ഇതേ PS പ്രശാന്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് മുന്നണി വിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമാവുകയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇടതുപക്ഷത്തിന്റെ പൊന്നാപുരം കോട്ടയിൽ ഇത്തവണ UDF സ്ഥാനാർത്ഥിയാകുന്നത് CPI-യിൽ നിന്നും രാജിവെച്ച മീനാങ്കൽ കുമാറാണ്. ഉൾപാർട്ടി പ്രശ്നത്തിന്റെ പേരിൽ CPI വിട്ട മീനാങ്കൽ കുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ഇടതുപക്ഷത്തിന്റെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസും. ഓരോ ദിവസവും കൂടുതൽ ആവേശത്തോടു കൂടി പാർട്ടി പ്രവർത്തകർ രംഗത്തേക്ക് വരുന്നു. നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം അവരുടെ കണ്ണുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇവിടെ ഒരു മാറ്റം ഈ കേരളത്തിൽ ഉണ്ടാകണം എന്നുള്ളത് ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിൽ മികച്ച മുന്നേറ്റമാണ് ഇടതുപക്ഷം നടത്തിയത്. നിയോജക മണ്ഡലത്തിന് കീഴിലെ 5 പഞ്ചായത്തുകളിൽ 3ഇടത്തും LDF-ന് വ്യക്തമായ മുൻതൂക്കമുള്ളപ്പോൾ ഒരിടത്ത് UDF-ഉം പെമ്പായം പഞ്ചായത്തിൽ ഇരുമുന്നണിയും ഒപ്പത്തിനൊപ്പവുമാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും അടിത്തട്ടിലെ സ്വാധീനം വളർത്തിവരികയാണ് BJP. നിലവിലെ തിരുവനന്തപുരം നഗരസഭാ മേയറായ VV രാജേഷ് മത്സരിച്ച 2016 35,139 വോട്ടുകൾ നേടി ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ BJPക്കായി. 2021 മത്സരിച്ച JR പത്മകുമാർ 26,861 വോട്ടുകളാണ് നേടിയത്. ഇത്തവണ BJPയുടെ യുവമുഖമായ യുവരാജ് ഗോകുലാണ് NDA സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ശ്രീ V മുരളീധരൻ ആറ്റിങ്ങൽ പാർലമെന്റിൽ മത്സരിക്കുന്ന സമയത്ത് നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ വേറെ 5,000 വോട്ടിന് മാത്രമാണ് പറകില്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് വലിയൊരു കുതിപ്പ് വീണ്ടും നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനു വേണ്ടിയിട്ട് കൃത്യമായ ഹോംവർക്കോടുകൂടി തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളത് ഉറപ്പിച്ച് തന്നെയാണ് ഞങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ UDF ഒന്നാമതെത്തിയപ്പോൾ LDF-ഉം NDA-യും യഥാക്രമം 2-3 സ്ഥാനങ്ങളിലേക്ക് പിന്തള്ളപ്പെട്ടു. തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലയിലേക്കുള്ള പ്രവേശന കവാടം
ഒരേ സമയം നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്കും ഗ്രാമപ്രദേശങ്ങളിലേക്കും സഞ്ചരിക്കാനാകുന്ന പാതകൾ. നഗരത്തിനോട് അത്ര ചേർന്ന് കിടന്നിട്ടും വികസനം പൂർണ്ണതോതിൽ ലഭിക്കാത്ത നിയോജകമണ്ഡലമെന്ന പ്രതിപക്ഷാരോപണത്തെ ഇടതുപക്ഷം എങ്ങനെ നേരിടുമെന്നതാണ് ഇത്തവണ ഏവരും ഉറ്റുനോക്കുന്നത്. GR-N-ലൂടെ മണ്ഡലം നിലനിർത്താനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. ചെമ്പട്ടുടുത്ത നെടുമങ്ങാടിന്റെ മലമടുക്കുകളിൽ ഇത്തവണ രാഷ്ട്രീയ വ്യത്യാസമുണ്ടാകുമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. നെടുമങ്ങാട് നിന്നും കൃഷ്ണപ്രസാദിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.